അപ്പോൾ ഇതാണ് നമ്മൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ കഫേ. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ കാണണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഓണാഘോഷത്തിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. വലിയ മിററുണ്ട്. ഇങ്ങനെ ഇല്ല, ചൂട് ചൂട് ദോശയാണ് വരാൻ പോകുന്നത് കേട്ടോ. നല്ല അടിപൊളി നാളികേര ചട്നി, സാമ്പാർ, പനീർ ദോശ. നമുക്ക് ഒരറ്റത്ത് നമുക്ക് തുടങ്ങിക്കോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്ന കാരണം എനിക്ക് നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും പറയാൻ. അതും സൂപ്പറാണ്. അടിപൊളി. പനീറും പിന്നെ അവരെ ചില പ്രത്യേക കൂട്ടുകളും കാഷ്യൂനട്ടൊക്കെ ഇട്ടിട്ടുള്ള ചട്നിയാണ്. അടിപൊളിയാണ്, നല്ല ടേസ്റ്റ്. അപ്പോൾ ഞാൻ തുടങ്ങട്ടെ. സാമ്പാറിൽ നിന്ന് മുക്കി, ചട്നിയിൽ മുക്കി. നല്ല വിശപ്പുണ്ടേ. ഇപ്പം എന്താ ഒരു സ്വാദം. അല്ലെങ്കിലും കേട്ടോ നല്ല സ്വാദം. കഴിച്ചോളൂ, ഞാനും കഴിക്കട്ടെ. ഇത് ഓഫാക്കോ. ഇത് നമ്മുടെ ഒരു സ്പെഷ്യൽ എനർജി ഡ്രിങ്ക് പ്രിപ്പറേഷനാണ്. അപ്പുറത്തുള്ളത് ഗ്രേപ്പ് ജ്യൂസ്. അമ്മോ അറ്റാക്ക്. എങ്ങനെയുണ്ട് എനർജി ഡ്രിങ്ക്? എനർജി വരുന്നുണ്ടോ? അടിപൊളിയാ. മിൻ്റൊക്കെ ഉണ്ടാവില്ലേ? ഇനി ഇതൊന്ന് കഴിച്ചു. എല്ലാം ഫ്രഷാണ്. ഫ്രഷ് ഗ്രേപ്പ് മാത്രമല്ലേ? ഗ്രേപ്പ് മാത്രമേ. അടിപൊളി. നമ്മുടെ ഹോസ്പിറ്റൽ പെർഫോമൻസസ് അധികം വളരെ സൈലൻ്റ് ആണ്. അതാണ് ഞങ്ങളിങ്ങനെ പതുക്കെ സംസാരിക്കുന്നത് കേട്ടോ. ഡബിൾ എനർജി.
അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു, കാരണം ഒരുപാട് ലേറ്റായി. അതെ, ഇനിയിപ്പോൾ നമ്മൾ എങ്ങോട്ടാ പോണത്? OHF-നെ കാണാൻ. അതെ അതെ അതെ. ഇനി ഞങ്ങൾ എവിടെയാ പോണത് ഞങ്ങൾ ഇപ്പൊ പറയണില്ല, അവിടെ എത്തിയിട്ട് പറയാം. അവിടെ ഫുഡ് കോർട്ടൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് അറിഞ്ഞൂടാ വെജിറ്റേറിയൻ ഫുഡ് കിട്ടുമോന്ന്. കിട്ടാൻ സാധ്യതയുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടമായിക്കൊള്ളൊന്നുമില്ല. പിന്നെ ഇപ്പൊ ലേറ്റ് ആയി, അപ്പൊ കുറച്ച് വിശന്നു, അപ്പൊ എന്തായാലും കഴിച്ചിട്ട് പോവാം എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് കാണാം. ഞങ്ങളിപ്പോ മെട്രോയിൽ പോവാതെ ഗ്ലൗസ് ഒക്കെ ഇടണം മെട്രോയിൽ പോകുമ്പോൾ. അതെ അതെ, ഇവിടെ ആരും ഇടണമെന്നില്ല, പക്ഷെ നമ്മൾ ഇടുന്നുണ്ട്. കാരണം ചിലപ്പോ അവർക്ക് ഫോറിനേഴ്സിനെ കണ്ടാൽ ഒന്ന് പിടിക്കണം എന്ന് തോന്നിയാലോ പോലീസുകാർക്ക്. നല്ല ഫൈനും ഉണ്ട്. അതെ, നല്ല ഫൈൻ ഉണ്ട്. 5000-6000 ഒക്കെയാണ് ഫൈൻ. അപ്പൊ നമ്മള് അതൊക്കെ ഇട്ട് മാസ്ക് എവിടെ ശ്രദ്ധിച്ച മാസ്ക് എന്റെ കയ്യിലുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ ഇടാൻ വേണ്ടി മാറ്റി വെച്ചതാണ്. എന്റെ കയ്യിലുണ്ട്. അപ്പൊ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അപ്പൊ അമ്മ ഇപ്പൊ കാണിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ട്രോയ്ക്ക റീചാർജ് ചെയ്യാൻ. ഇത് നമ്മൾ കോയിൻസ് നമ്മുടെ കയ്യിൽ കുറേ ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ റീചാർജ് ചെയ്യാം. അല്ലെങ്കിൽ അവിടെ കൗണ്ടർ ഉണ്ട്, കൗണ്ടറിൽ പോയാൽ അവർ നമുക്ക് റീചാർജ് ചെയ്ത് തരും. നമുക്ക് തന്നെ ചെയ്യാം ഇവിടെ. ഓക്കെ, അപ്പൊ നമുക്കിനി ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇംഗ്ലീഷ് ആയിട്ടാ ടോപ്പ് അപ്പ് ഇതല്ലേ ട്രോയ്ക്ക. അതെ, ഇൻസേർട്ട് യുവർ ട്രോയ്ക്ക എന്ന് കാണിക്കും. ട്രോയ്ക്ക ഇട്ടെടുത്തു. കിട്ടിയ പെട്ടെന്ന് പോയി. ടോപ്പ് അപ്പ് മറത്തണം കേട്ടോ, ആരും മറക്കരുത്. ഇനി വീണ്ടും ഇത് വേണമെങ്കിൽ ബാങ്ക് വഴിയും ചെയ്യാം കേട്ടോ. കാർഡ് ഇടാം, അല്ലെങ്കിൽ നമുക്ക് നോട്ട്സ് ഉണ്ട് വെച്ചാൽ ബാങ്ക് നോട്ട്സ് ഇതിലിടാം. അതെന്താന്നറിയോ സംഭവം? ഇവിടെ ഈ മാറ്റി വെച്ചിരിക്കണ ഈ സാധനങ്ങളാണ് മുമ്പ് അവിടെ ഉണ്ടായിരുന്നത്. ഇതാണ് മുമ്പ് അവിടെ ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ കുറച്ച് അഡ്വാൻസ്ഡ് പുതിയ സംഭവമാണ് ഇത്. അതാണ് നമുക്കൊരു ചെറിയൊരു തപ്പപ്പെടുത്താൻ വന്നത്. ഇപ്പൊ ശരി കേട്ടാ. ഇതിന്റെ അടിയിൽ കുറച്ച് പോയി. അപ്പൊ അങ്ങനെ നമ്മുടെ ചില്ലറയൊക്കെ നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാം. ടോപ്പ് അപ്പ് ബാലൻസ്. തിരിച്ചു വന്നു. വേണമെങ്കിൽ ഇവിടെ നമ്മുടെ റെസിപ്റ്റ് ഉണ്ടാവും അടിയിൽ. ഇതല്ല, കുറേ ഉണ്ട്, അതുകൊണ്ട് എന്തായാലും കിട്ടി. ഇനി നമുക്ക് മെട്രോയിൽ പോവാം. ഇത്രയും പണിയൊന്നുമില്ല, അവരെല്ലാം കൊടുത്ത് അവർ ചെയ്തു തരും. പക്ഷെ എന്നാലും എല്ലാവരും കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തു തരാം. നമ്മളിങ്ങനെ ഡോറിന്റെ 2 സൈഡിലായിട്ടാണ് നിൽക്കുക. ഇങ്ങനെ നിൽക്കും. ആദ്യം ആൾക്കാരെ ഇറങ്ങും, പിന്നെ നമ്മൾ കയറും. അപ്പൊ ആരും ഇറങ്ങാനില്ല, അതുകൊണ്ട് അമ്മ കയറി. നിങ്ങൾക്ക് പ്ലേ സ്റ്റോർ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ യാൻഡെക്സ് മെട്രോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പ് കിട്ടും. ഇതേ എംബ്ലം, ഇതാണ് അതിൻ്റെ എംബ്ലം. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ മെട്രോയിലേക്ക് എങ്ങനെ പോകണം എന്നുള്ള ഐഡിയാസ് കിട്ടും. കാരണം ഇത് നമ്പേഴ്സും ഉണ്ട്, കളേഴ്സും ഉണ്ട്. ആ രീതിയിലാണ് മോസ്കോ മെട്രോ ചെയ്തിരിക്കുന്നത്. ഇത് സാനിറ്റൈസറാണ്. Станция Шелепиха. Переход на станцию Шелепиха Московского центрального кольца. Выход к железнодорожной платформе Тестовская. Первый диаметр. മെഗാ എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു സൂപ്പർ മാർക്കറ്റ്. ഇവിടെ തന്നെ ഐക്കിയ, അറ്റത്ത് ആശാൻ്റെ വലിയ സൂപ്പർ മാർക്കറ്റ് കാണുന്നുണ്ടാവില്ല, എന്നാലും അതാണ് അവിടെ. അങ്ങനെ വലിയൊരു ഏരിയ ആണിത്. നമ്മളിന്ന് ഇവിടുന്നാണ്
ദിലിച്ചേട്ടനെയും പ്രിയ ചേച്ചിനെയും വേദുക്കുട്ടനെയും കാണുന്നത്. അവര് നമ്മൾ കുറച്ച് ദിവസമായി അവരെ കണ്ടിട്ട്. നിങ്ങൾക്ക് പക്ഷെ മനസ്സിലാവുണ്ടാവില്ല, അവര് ഇതിന്റെ ഇടയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി അല്ലേ, യാത്ര പോയി ഒരു 4-5 ദിവസം ഗ്യാപ്പ് വന്നു. അപ്പൊ നമ്മളിനി അതേ കാണാൻ പോവാണ്. വരൂ നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ വേദു അടിപൊളി. ഒന്നും വാങ്ങാനല്ല വന്നേ, ഷൂട്ട് ചെയ്യാനാ വന്നേ. കൊറേ പൈസ അതെ, വേഗം നമുക്ക് മോളിൽ പോയി ഒരു പെട്ടി വാങ്ങണം. കാരണം ഒരു പെട്ടി കൂടെ ഇല്ലെങ്കിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ കറക്റ്റ് തന്നെ വന്നേ. ഒരു വീട് അടുക്കള വാങ്ങാനുള്ള സാധനം. വേദു വേദുക്കുട്ട വേജു വേജു വേദു കടനിക്കവിടെ ബാ ബാ ബാ. വേദുക്കുട്ടാ എന്താ അത്? എലിഫന്റ് എല്ലാം പോയി. കവർ ബില്ല് നമ്മളെന്നെ വാങ്ങുക, നമ്മളെന്നെ ബില്ലടിക്കുക. അപ്പൊ എന്താണെന്നറിയോ, പ്രൈസ് ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോ ഇപ്പൊ 2 സാധനം മാറ്റി. എത്രയാണോ എന്ന്. അത് ശരിയാ, അങ്ങനെ ഗുണമുണ്ടല്ലേ. ഏത് ചില ഒന്നും കിട്ടില്ല. ചില പ്രൊഡക്ട്സ് ഒക്കെ ബാംഗ്ലൂർ ഇല്ല, ഹൈദരാബാദ് ഉണ്ട്, ബോംബെ ഉണ്ട്. ബാംഗ്ലൂർ ഇല്ല. ചില ഒന്നും കിട്ടില്ല, ചില ഐറ്റംസ്. ചിലതൊക്കെ കോമൺ ആണ്. പിന്നെ ലോക്കലൈസ് ചെയ്യല്ലോ അവര് കുറച്ച്. ഇവിടെ ലൈറ്റ്സ് ഒക്കെ നല്ല ബെഡ്റൂം സെറ്റ്സ് എല്ലാം. ഞാൻ പറഞ്ഞ വീട് ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ വന്നാൽ മതി, വേറെ ഒന്നും നോക്കണ്ട. അല്ല അല്ല ഇയാളിത്തിരി ബുദ്ധിമുട്ടും നമ്മൾ അയാളെ അടിച്ചു കയറ്റുന്നു. അങ്ങനെ നമ്മൾ വീണ്ടും അവരെ കണ്ടുമുട്ടി. ഐക്യയിലാണ് അവര്. അവരുടെ കുറേ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞ് എത്തിയുള്ളൂ. ഇനിയിപ്പോൾ ഇവിടെ ഒരു മോളുണ്ട്, ആ മോളിലേക്ക് കൂടെ കറങ്ങി നമുക്ക് തിരിച്ചു പോകും. ഇന്ന് ചെറിയൊരു പരിപാടി, അത്രേ ഉള്ളൂ. വേദു 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 ഞങ്ങൾ ഇത്തിരി വൈകി പോയി. രാവിലെ വന്നതാ. നമ്മളെല്ലാരും ഐക്യ കാണിക്കാൻ വന്നതാ. ഈ വ്ളോഗിന്റെ പെൻഡായതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ മാത്രമാണ്. ഒരുപാട് പേർക്ക് ഐക്യ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഐക്യ കാണിക്കാൻ വന്നതാണ്. പക്ഷെ ഒരുപാട് സാധനങ്ങൾ വാങ്ങി. അപ്പൊ ഇനി പെട്ടി പോയി വേഗം വാങ്ങണം. അങ്ങനെ പ്രിയ ചേച്ചി ഐക്യന്ന് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ട് അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് കഴിഞ്ഞു. ഇതൊക്കെ സ്റ്റോറേജ് പെട്ടി ഇനി ഒരു പെട്ടി വാങ്ങണം. ഇതൊക്കെ കൊണ്ടുപോവാ. എന്തായാലും ഇതൊക്കെ വാങ്ങിയ കാരണം ഇപ്പൊ പെട്ടി വാങ്ങുന്നത്. ഹായ്, ഇതെന്താ വേദു? അതൊരു ഡ്രൈവറേ, ഞങ്ങളിന്ന് വന്ന ഊബർ ഡ്രൈവർ കൊടുത്തതാ. ആ കാറിൽ തൂക്കിയിട്ടുണ്ടായിരുന്നു. ഇവൻ കേറിയപ്പോ തന്നെ ബേബി ശേഷ ബേബി ശേഷ എന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചിക്ക് തരുമോ ശശേനെ? തരുമോ? താങ്ക് യു. വേദു തന്നെ കേട്ടോ, ഞാൻ പിടിക്കാട്ടാ. പോയ സ്ഥലമുണ്ടല്ലോ, ഭയങ്കര
കാണാക്കഥ ഭംഗിയാ. ഞാൻ സ്റ്റാറ്റസ് കണ്ടു. എന്നോട് പറഞ്ഞു എന്തിനാ ഈ ഗ്രാമത്തിലൊക്കെ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞ പക്ഷെ ഇവിടെ ഗ്രാമം ഭയങ്കര രസമാണ്. ഭയങ്കര ക്ലീൻ ആണ്. നിങ്ങള് താമസിച്ച സ്ഥലം ഹോട്ടലാണോ അതോ വീടാണോ? അത് ഹോട്ടൽ തന്നെയാ, പക്ഷെ Airbnb പോലെയാ. പക്ഷെ AC ഇല്ലായിരുന്നു. അയ്യോ ചൂടെടു അവിടെയും ചൂടാ? എത്ര ഇതേ സെയിം ക്ലൈമറ്റ് തന്നെയല്ലേ? ഇവിടെ കാൾ ചൂടോ? ഇവിടെ 35 ഒക്കെയാ. ആ ഇന്ന് മഴ പെയ്തു. നിങ്ങൾ പോയ അന്ന് മഴ പെയ്തു. അയ്യോ എന്തായിരുന്നു അവിടെ പേര്? ചേച്ചി ദിലു ചേട്ടാ, നിങ്ങളുടെ അമാനുൽ ഇമ്രാൻ എന്ന് പറഞ്ഞിട്ട് ഒരു സബ്സ്ക്രൈബർ. ചേച്ചി പ്ലീസ് ചേച്ചി ഒന്ന് പറയൂ ചേച്ചി. അന്വേഷണം നിങ്ങളോട്. അമാനുൽ ഇമ്രാൻ. അപ്പൊ ഹായ് അമാനുൽ ഇമ്രാൻ. സന്തോഷമായി. അപ്പൊ ഭയങ്കര സന്തോഷം. അത് നിങ്ങൾക്ക് എല്ലാവർക്കും മുന്നിൽ നിങ്ങളുടെ മുമ്പിൽ പറയാണ്. ഞങ്ങൾക്ക് മോണിറ്റൈസേഷൻ ഓൺ ആയിട്ടുണ്ട്. ഓൺ പ്രോസസ്സാണ്. അടിപൊളി. അതിന് കാരണക്കാർ ഇതാ ഈ 3 പേര് മാത്രമാണ്. നമ്മളല്ല, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ്. അതെ അതെ. നമ്മൾ ജെന്യൂൻ ആയിട്ട് എന്ത് പറഞ്ഞാലും അവർ കേൾക്കും. നമ്മളെ ഭയങ്കര കാര്യമാണ് അവര്. അപ്പൊ അതുപോലെ തന്നെ ഇനി നിങ്ങളെയും കാര്യമായിരിക്കും അവര്. അപ്പൊ നിങ്ങളുടെ ഉത്തരവാദിത്തം നല്ല കണ്ടന്റ് കൊടുക്കുന്നതാണ്. കണ്ടന്റ് ഇല്ലെങ്കിൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. കണ്ടന്റ് വേണ്ടി വീഡിയോ ചെയ്തിട്ടരുത്. നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല. അത് മാത്രമേ നിങ്ങളോട് റിക്വസ്റ്റ് ആയിട്ടുള്ളത്. നിങ്ങളോട് വിശ്വാസമാണ്. കാരണം നിങ്ങൾ അധികം വീഡിയോസ് ഇട്ടില്ലെങ്കിലും ഇടുന്നത് എന്തെങ്കിലും ഒരു പുതിയ കാഴ്ചകളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു നല്ല രസമായിരിക്കും. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ നിങ്ങളായിട്ട് ഇത്രയും ഒരു കമ്പനി നമുക്കൊരു ജെന്യൂൻനെസ് തോന്നി, ചെയ്യുന്നത് ഭയങ്കര ആത്മാർത്ഥമായിട്ടാണ് തോന്നി. അതൊക്കെ കൊണ്ടാണ് തുടങ്ങി അങ്ങ് നല്ല നല്ല വീഡിയോസ് ധൈര്യത്തോടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും. ഓ നോക്കാം. ആ ഇതാ പെട്ടാ. എവിടെ പോണേ? അപ്പൊ നമ്മളിതാ ഫുൾ ആംബിയറിന്റെ ഉള്ളിലാണ്. എവിടെ ആരവിടെ? എന്താ വേദു ഇത്? ഇഷ്ടമായോ? ആ കാറ് വേണോ? അങ്ങനെ ഇതാ എന്താ കഴിക്കുന്നത്? എന്താ അത്? സ്ട്രോബെറി ലെമൺ. ഇതാണ് സ്ട്രോബെറി കുഴപ്പമില്ല. വലിയ ഭയങ്കര ടേസ്റ്റ് ഒന്നുമല്ല. ഓക്കെയാണ്, കുഴപ്പമില്ല. സ്ട്രോബെറി, ചെറി, ലെമണേഡ് ഒക്കെയാണ് നമ്മൾ കഴിക്കുന്നത്. ചേച്ചി ഡിന്നർ കഴിക്കുകയാണ്. വേദു ഒന്നും കഴിച്ചില്ല. വേദുവിന് വാശി. വാശിയാണോ? എവിടെ വെച്ചോണ്ട് ദിലുഭായ് ഫുഡ് തപ്പിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളി എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല ടൈപ്സ് ഓഫ് ഫുഡ്. ദിലുഭായ് ക്ഷീണമായോ? ക്ഷീണമായില്ല. അവസാനം ചോറ് കിട്ടി. റൈസ്, ഇവരുടെ റൈസ് ഭയങ്കര ടേസ്റ്റ്. പിലാഫ് എന്നാ പറയുന്നത്. ഇത് ബീഫാണ്. അപ്പൊ നമ്മുടെ ഒരു ബീഫ് ബിരിയാണിയുടെ ഒക്കെ ഒരു ഫ്ലേവർ കിട്ടി കുറെ നാള് കഴിഞ്ഞ്. എന്തായാലും പക്ഷെ വീണ്ടും ഇവിടെയൊക്കെ കണ്ട എല്ലാം കാലിയൊക്കെ കിടക്കുന്നത്. ഇരുന്ന് കഴിക്കാൻ പറ്റുന്നില്ല, നിന്ന് കഴിക്കാൻ പറ്റുന്നില്ല. അത് മാത്രമുള്ള ഒരു കുഴപ്പം. പക്ഷെ എന്നാലും ചോറ് കിട്ടിയല്ലോ. നല്ല ഫ്ലേവർ ആയിരിക്കും. ഇവിടുത്തെ ബീഫ് അടിപൊളിയാ. ഇതിന് റൈസ് വാങ്ങി പാർസൽ അവിടെ കൊടുത്ത് 2 അടി കൊടുത്ത് തലക്കിട്ട് അടി കൊടുക്കുന്ന പോലെ കാണിച്ചാൽ മതിയല്ലോ. സാഷ എവിടെ? ശാശ. അപ്പൊ നമ്മളങ്ങനെ ഇന്ന് ഐക്കിയ, മെഗാമോൾ ഒക്കെ കണ്ട് ഭക്ഷണം കഴിച്ച് ഇറങ്ങി. കണ്ടിട്ടല്ല വാങ്ങിയിട്ട്. അതെ കാണാൻ പോവില്ലല്ലോ, കാണാൻ പോകുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അപ്പൊ
അപ്പൊ ഇനി നമ്മൾ ചില സർപ്രൈസ് ഒക്കെ അതെ. പ്ലാനിങ് ഉണ്ട്, അതെന്താന്ന് അറിയാൻ ഇപ്പൊ പറയുന്നില്ല, കാരണം അത് നടക്കുമോ ഇല്ലയോ എന്ന് അറിയില്ല. പക്ഷെ അപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. ആ ഒരു സംഭവം നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്യുമെന്ന് നമുക്ക് ഉറപ്പാണ്. പക്ഷെ യു ഹാവ് ടു വെയിറ്റ് ആൻഡ് വാച്ച്. അടിപൊളിയാണല്ലോ. ചെറിയൊരു നിക്കോൾസ്കയ സ്ട്രീറ്റ്. ബേബി അല്ലേ? ബേബി ശാശ. ഇനി ബേബി ശാശാനെ തരൂ ചേച്ചിക്ക്. ചേച്ചിക്ക് തരുമോ? തന്നെ കുഞ്ഞു ബേബി ശാശ. ഇനി ഒന്നുകൂടെ. ഞാൻ വന്നു ബേബി. എന്താ ബേബി ശാശ? ബേബി ശാശ എവിടെ? കുമ്പയില് ബേബി ശാശ. വേദുന്റെ കുമ്പയില് ബേബി ശാശ. അപ്പൊ ടാറ്റ. ടാറ്റ, കാണാം. ഓക്കെ, വേഗം കാണാം. ഓക്കെ. വേദു ഒരു ബൈ തരൂ. ബൈ.